ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ക്യൂട്ടായിട്ടൊരു ഈസ്തറ്റിക് ലുക്കൊക്കെ തരുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എൻവലപ്പ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലവ്ഡ് വൺസ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ കസിൻസിനോ ലവറിനോ ഹസ്ബൻഡിനോ വൈഫിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലെറ്ററോ അല്ലെങ്കിൽ കാർഡ്സൊക്കെ റാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എൻവലപ്പാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫാർമസിയിൽ നിന്നെന്തോ മെഡിസിൻ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയ പേപ്പറാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പർ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്സിലും അതല്ലാതെ ക്രാഫ്റ്റ് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അതുമല്ലാതെ വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫി ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഒരു ബോണ്ട് പേപ്പറിൽ സ്പ്രെഡ് ചെയ്ത് അത് ട്രൈ ചെയ്തെടുത്താൽ നമുക്കിതിൽ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലത്തെ ഒരു ടൈ ചെയ്യാൻ ഒരു ത്രെഡ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായ ഒരു ത്രെഡ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ജൂട്ട് ത്രെഡാണെങ്കിൽ എടുക്കാം. എന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല പെർഫെക്റ്റായിട്ടൊരു ബോയൊക്കെ കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് എൻ്റെ ബോ ഇത്ര പെർഫെക്റ്റ് ആയില്ല. നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ബോ ഒക്കെ കെട്ടിക്കൊടുത്ത് ലാസ്റ്റായിട്ട് നമ്മുടെ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതുകൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എൻവലപ്പ് റെഡിയായി. ഇനി നിങ്ങൾക്ക് ആ ഫ്ലവർ പോകുന്നുള്ള പേടിയൊന്നുമില്ല, ജസ്റ്റ് ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്തു. വേറെ ഗമ്മൊക്കെ യൂസ് ചെയ്ത് എൻ്റെ പാട് വരും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെയ്ഡ് എൻ്റെ കളർ ഒക്കെ വരും ഇതിൽ. അപ്പോൾ അത് ഒഴിവാക്കണം. ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ലേശം യൂസ് ചെയ്തിട്ട് ആ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻവലപ്പ് റെഡിയായി.